ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിന്നിൽ നമ്മൾ മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രോബ്ലമാണ് ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ കുരുവൊക്കെ വന്നിട്ട് പോയതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവും, ഡാർക്ക് മാർക്സ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവും. സോ കുരുവൊക്കെ വന്നു പോയിട്ടുള്ള ആ ഒരു പാടൊക്കെ എങ്ങനെ മായ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സൺ ഡാമേജസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന സ്പോട്ടൊക്കെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എളുപ്പമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് കാരണം മറ്റൊന്നുമല്ല, വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് ഈ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതോടൊപ്പം തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈവൻ ഔട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ റെഗുലർ എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീക്കിലി 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും എക്സ്ഫോളിയേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പം അതായത് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സെൽസിൻ്റെ ടേൺ ഓവറൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഡാർക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ വേണ്ടാത്ത ഇംപ്യൂരിറ്റീസും ഡേർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആക്കാണ്ട് അൺക്ലോഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പോഴ്സ് ക്ലോഗ്ഡ് ആകുന്ന സമയത്താണ് ഈ ആവശ്യമില്ലാത്ത ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത മേക്കപ്പ് ഉണ്ടാവും, സൺസ്ക്രീൻ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ മറ്റ് പല സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടന്നിട്ടാണ് പിമ്പിൾസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആക്നീസ് ഒക്കെ ഫോം ചെയ്തിട്ട് ലാസ്റ്റ് അത് പോയി കഴിയുമ്പോൾ ഡാർക്ക് സ്പോട്ടായിട്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് എക്സ്ഫോളിയേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എക്സ്ഫോളിയേഷൻ നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നത് നല്ലതല്ല. ചെയ്യുമ്പോൾ നമ്മൾ ജെൻറ്റിലായിട്ട് മസാജ് ഓവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് കുറേ നേരം എടുത്തിട്ട് നമ്മളിങ്ങനെ മസാജ് ഓവർ ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ വീക്കിലി 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ പെട്ടെന്ന് ക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻ്റ് അല്ല, നമുക്കൊരു കാര്യം പറയുകയാണെങ്കിൽ സിറംസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 2 സിറംസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പിലിഗ്രിമിൻ്റെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് സിറത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഡാർക്ക് സ്പോട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നത് 3 ദിവസം കൊണ്ടിട്ട് ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ സിറം ആകുമ്പോൾ നമ്മൾ ക്രീം അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, സിറത്തിൻ്റെ ആ ഒരു മോളിക്യൂൾ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഡീപ്പായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും സിറംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറത്തിന് ആ ഒരു കഴിവുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൽ മെയിനായിട്ട് വരുന്നത് വൈറ്റമിൻ സി ആണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ 5% നിയാസിനമൈഡ് ആണ്, 10% വൈറ്റമിൻ സി ആണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് കേട്ടോ. ബിഗിനേഴ്സ് ഒരു കാരണവശാലും 10ൽ കൂടുതൽ 20 ഒന്നും പോയി ഡയറക്റ്റ് നിങ്ങൾ പിക്ക് ചെയ്യരുത്. അത് മേ ബി ചിലപ്പം നിങ്ങൾക്ക് ഹാമായിട്ട് അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ സ്കിന്നിൽ. അപ്പോൾ ഈ ഒരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ദിവസത്തിൽ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ്നസ് എത്ര ദിവസം കൊണ്ടിട്ടാണ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 5 ഡേയ്സ് കൊണ്ടിട്ട്. പിന്നെ ഈവൻ ആയിട്ടുള്ള ടോണും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ സിറംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിറത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. മറക്കണ്ട, പിലിഗ്രിമിൻ്റെ സിറമാണ് കേട്ടോ. അപ്പോൾ 10% വൈറ്റമിൻ സി ആണ്, 15% ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കോൺസെൻട്രേഷനിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എപ്പോഴും ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ലെവൽ മാത്രം ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടിക്കൊണ്ട് വരിക. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ഓവർ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വൈസ് ഉള്ള സിറംസ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നേരെ മറിച്ച് സ്കിൻ പേർജിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ആയിരിക്കും നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്നത്. അടുത്ത ഒരു സിറം നമ്മുടെ കെമിസ്റ്റ് ഡിസ്പ്ലേയുടെ 10% വൈറ്റമിൻ സി, അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസമൈൻ പിന്നെ സെറാമൈഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറമാണ്. അപ്പോൾ ഇതിലും പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 10% ആണ് വരുന്നത്. ഇതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ ഈവൻ ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 600 സംതിങ് റുപ്പീസോ 799 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ. ഇതിൻ്റെ ചെറിയ പാക്കും അവൈലബിൾ ആണ്. ഇത് 30 ml ഓഫ് പ്രൊഡക്റ്റിന് എനിക്ക് തോന്നുന്നു 400 അല്ലെങ്കിൽ 500 സംതിങ് റുപ്പീസാണ്. 400 സംതിങ് റുപ്പീസിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 സിറംസും നല്ലതാണ്. നിങ്ങൾക്കിപ്പം ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ട ഏത് ഇൻഗ്രീഡിയൻസ് ഉള്ള സിറമാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി വേണം. അപ്പോൾ 10% ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിയാസിനമൈഡ് ഒക്കെ
5% ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് കോമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാനും പിന്നെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൊണ്ടിട്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും പിമ്പിൾസ് അല്ലെങ്കിൽ ആക്നീസ് ഒക്കെ വരാനുള്ള ഒരു മെയിൻ റീസൺ ആണല്ലോ. അപ്പോൾ ആ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ തരും. ഇൻഫ്ലമേഷൻ, റെഡ്നെസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 സിറംസും നല്ലതാണ്. നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റിയിട്ട് ഈവൻ ഔട്ടൊക്കെ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2ൻ്റെയും ഡീറ്റെയിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ റെറ്റിനോൾ നല്ലതാണെങ്കിലും റെറ്റിനോളിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യരുത്. ഇനിയിപ്പോൾ നൈറ്റ് ക്രീമൊക്കെ ആണെങ്കിലും കോൺസെൻട്രേഷൻ ലെവൽ നിങ്ങൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നൈറ്റ് ടൈമിലാണ് നമ്മളിപ്പം റെറ്റിനോൾ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. റെറ്റിനോൾ അല്ല എന്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ടും ചെയ്യണം, സൺസ്ക്രീൻ നിങ്ങൾ ഇടണം. അപ്പോൾ റെറ്റിനോളിൻ്റെ കേസിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റെറ്റിനോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ അത് 2 ദിവസം ആക്കുക. അങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. റെറ്റിനോൾ വാങ്ങിച്ച പാടെ നമ്മൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കൂടുതലായിട്ടും എല്ലാ ദിവസവും നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ റുട്ടീൻ ചെയ്യുന്ന ആൾക്കാരെ പോലെ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. പിന്നെ റെറ്റിനോളിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്രീമൊക്കെ ആണെങ്കിലും കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുക. ഓവറായിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. കുറച്ച് മാത്രം നമ്മൾ സ്പോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. റെറ്റിനോൾ, വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ്ഫോളിയേഷൻ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലെമൺ പ്ലസ് ഹണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ DIY പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. വീക്കിലി ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഓവറായിട്ട് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഡെയിലി നമ്മൾ ഇതേപോലത്തെ സിറംസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു സിറം ആകുമ്പോൾ ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് ഡാർക്ക് സ്പോട്ട് ഫെയ്ഡായി പോകും. ഈ ഒരു സിറം ആണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് നൽകുന്ന സിറമാണ്. 2ലും മെയിനായിട്ട് വരുന്നത് വൈറ്റമിൻ സി ആണ്. കോൺസെൻട്രേഷൻ ലെവൽ 10 ആണ്. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് നൽകുന്ന 2 നല്ല പ്രൊഡക്ട്സ് ആണ്. എന്നാൽ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പരിധി വരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ടാറ്റാ.